വിധവയായിരുന്നു. അപ്പോൾ ആ മരിച്ച ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത് എന്നും. അവിടെ അദ്ദേഹം വന്നിട്ട് ഒരു നാടകം എഴുതലുണ്ടായി. ഋതുമതി എന്ന് പറഞ്ഞൊരു നാടകമാണ് എഴുതിയേക്കണത്. അങ്ങനെ ഒരു നാടകം മാത്രം തന്നെ എഴുതിയിട്ടുള്ളൂ. അതവിടെ വെച്ചിട്ടാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടേക്കണേ. അങ്ങനെ ഒരു 12 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഭർത്താവിൻ്റെ അനിയൻ എന്നോട് അങ്ങനെ മാരി ചെയ്തൂടെ എടുത്തേക്ക് ചോദിച്ചു. ആലോചിച്ചിട്ട് പറയാം. കുറേ ദിവസം കഴിഞ്ഞിട്ടും ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് ധൈര്യമില്ല. അപ്പോൾ വീണ്ടും ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ആള്? ആരാ എന്താണെന്ന് അറിയാണ്ടൊന്നും പറയാൻ പറ്റില്ല. അത് എടുത്തേക്ക് ഇഷ്ടമാവണ ആൾ തന്നെയാണ് എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരാളാരാ? MP ആണ്. അദ്ദേഹത്തിന് ഒരുമ്പെട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ. ഉവ്വ് ആവാന്ന് പറഞ്ഞു കേട്ടോ. സമ്മതമാണോ? കുഴപ്പമില്ല. പിന്നെ അങ്ങനെ മാരേജിൻ്റെ ഒരു ഇതായി. എൻ്റെ അച്ഛൻ, അമ്മ, വീട്ടുകാർ സർവത്ര ഉപേക്ഷിച്ചു എന്നെ. അതിലിപ്പോഴും കുറച്ചെങ്കിലും ബാക്കിയാണ് കിടക്കണം എൻ്റെ ജനിച്ച വീടായിട്ട്. അങ്ങനെ മാരീനൊക്കെ ആലോചിച്ചു. ഒരു ദിവസം എന്നെ കാണണമെന്ന് പറഞ്ഞു അവിടെ വന്നപ്പോൾ. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ അപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്കിവിടെ വളരെ സുഖമാണ്. എവിടേക്കെങ്കിലും പോകണമെങ്കിൽ മുറ്റത്ത് ചവിട്ടാണ്ട കാറിൽ കയറിയിട്ടാണ് പോണത് വരണതുമൊക്കെ. അതുപോലെ എല്ലാ കാര്യങ്ങളും. എനിക്കാണെങ്കിൽ ദേശാഭിമാനിയിൽ 60 ഉറുപ്പ്യ ശമ്പളമാണ്. വേറെ മേപ്പെട്ട് നോക്കി ആകാശം, കീഴ്പ്പെട്ട് നോക്കിയ ഭൂമി, വീടില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ചോദിച്ചു എന്നോട്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ്. എന്തായാലും അതിന് ഒരുമ്പെട്ട് കഴിഞ്ഞതല്ലേ. പിന്നെ ഇനി പിന്നാക്കം മാറുന്നൊരു പരിപാടിയില്ല. പിന്നെ ഞാനിത് എൻ്റെ ഒരു സുഖം മാത്രമായിട്ടല്ല കാണുന്നത്. എന്നെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള വിധവകളുണ്ട്. ആർക്കും കഴിക്കാൻ ധൈര്യമില്ല, ആണുങ്ങൾക്ക് ഒട്ടും ധൈര്യമില്ല. അപ്പം അതുകൊണ്ട് അതൊരു മാതൃകയാവുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് എനിക്ക്. അങ്ങനെയാണ് ആ മാരേജ്. അമ്മയച്ഛനൊക്കെ ഒരുപാട് എതിർത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കാണ്ട് പുറപ്പെട്ട് കഴിഞ്ഞില്ലേ, പിന്നെ അത് ചെയ്യാണ്ട് വയ്യല്ലോ എന്നുള്ളൊരു മനോഭാവമാണ് അന്നും അത് ഇന്നും അത്. എൻ്റെ ഇപ്പോൾ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങൾക്ക് ഒരു കളിക്കൂട്ടുകാരനായിരുന്നു. അച്ഛൻ്റെയൊക്കെ മടിയിലിരുന്ന് അച്ഛൻ ഒന്ന് കരയോ എന്ന് ചോദിച്ചാൽ അച്ഛൻ അല്പം ഗൗരവത്തിലിരിക്കും. പിന്നെ മെല്ലെ 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 കണ്ണ് ചോക്കും, അച്ഛൻ കരയാൻ തുടങ്ങും. അതൊക്കെ അച്ഛൻ കരയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഒരിക്കലും മക്കളെ ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. എന്നെ ഒരിക്കലും അടിച്ചിട്ടില്ല, ശകാരിച്ചിട്ടുമില്ല, തിരുത്തിയിട്ടുമില്ല. അച്ഛൻ പ്രൂഫ് റീഡർ ആണെങ്കിൽ പോലും, പുസ്തകങ്ങൾ തിരുത്തിയിട്ടുള്ള വ്യക്തിയാണെങ്കിലും മക്കളെ തിരുത്തിയിട്ടില്ല, തിരുത്താൻ ശ്രമിച്ചിട്ടുമില്ല. നാടകത്തിനോട് അച്ഛന് ഒരു പ്രണയമായിരുന്നു. ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അച്ഛൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അച്ഛന് ഭാര്യയോ മക്കളോ സുഹൃത്തുക്കളോ ഒന്നും തിരിച്ചറിയില്ല. ഗ്രീൻ റൂമിൽ ചെന്നാൽ ഞങ്ങളെ ഒന്നും നോക്കുക പോലും ചെയ്യില്ല. അമ്മയ്ക്ക് പലപ്പോഴും ദേഷ്യം തന്നെ വന്നിട്ടുണ്ട്, ഇത് എന്തൊരു മനുഷ്യനെങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ കഥാപാത്രമായി അച്ഛൻ മാറും, അച്ഛൻ അതായി മാറും. പിന്നീട് അച്ഛനത് അതിന് പുറത്തേക്ക് വരുള്ളൂ, നാടകം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുള്ളൂ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മഹാത്മാ എന്ന് പറഞ്ഞൊരു നാടകം, KP കേശവമേനോൻ്റെ നാടകം കോഴിക്കോട് കളിക്കുമ്പോൾ ഞാൻ അന്ന് വളരെ ചെറിയ കുട്ടിയാണ്. ആ നാടകത്തിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അച്ഛൻ ഏകദേശം 1 മാസത്തോളം അച്ഛൻ ഗാന്ധിയായിട്ട് ഇരിക്കുകയും കിടക്കുകയും നടക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പറയണ കേട്ടോ. എനിക്ക് അത്ര ഓർമ്മയില്ല. അന്നൊന്നും ഈ വീഡിയോയും ഫിലിമൊന്നും ഇല്ല. എന്നിട്ട് കേശവമേനോൻ ഒരുപാട് ആൽബംസ് കൊടുത്തേക്കുക, ഒരുപാട് വലിയ വലിയ പുസ്തകങ്ങൾ കൊടുത്തേക്കുക, ഗാന്ധിയുടെ ആൽബം, ചിത്രങ്ങളുള്ള ആൽബങ്ങൾ. ഇത് വെച്ചിരുന്ന് രാത്രി പ്രൂഫ് വായനയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പിന്നെ ഉറങ്ങണമെന്നറിയില്ല. ഇത് വെച്ചിരുന്ന് ഗാന്ധിയായിട്ട് ഇരിക്കുക, ഗാന്ധിയായിട്ട് നടക്കുക, ഗാന്ധിയായിട്ട് ചിരിക്കുക, ഗാന്ധിയായിട്ട് തൊഴുക, ഗാന്ധിയായിട്ട് കെട്ടിപ്പിടിക്കുക. ഇങ്ങനെ ദിവസം ഓരോ രാത്രി കഴിയുന്തോറും ഈ ഗാന്ധി മനുഷ്യനിലേക്ക് ഇങ്ങനെ കയറി അവസാനം കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛന് ഒരു ഗാന്ധിയാണ് എൻ്റെ അച്ഛൻ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അച്ഛൻ്റെ പെരുമാറ്റം മുഴുവൻ ഗാന്ധിയുടെ രീതിയിലാണ്. അച്ഛൻ്റെ ചിരി, നടത്തം, ആംഗ്യങ്ങൾ എല്ലാം ഗാന്ധിയുടെ പോലെ തുടങ്ങി. ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ഇത്
പരിശീലിച്ച് അരങ്ങത്തല്ല റിഹേഴ്സലിൽ വെച്ച് തന്നെ ഒരു പക്ക ഗാന്ധിയായി. അച്ഛനെ പറ്റി അച്ഛൻ തന്നെ പറഞ്ഞു കേട്ട കഥകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ അച്ഛൻ മരിക്കുന്നതിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. സാധാരണ പണ്ടൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിലത്ത് ഇറക്കി കിടത്തും, ശവം മൃതദേഹം നിലത്ത് ഇറക്കി കിടത്തുക എന്നുള്ളൊരു ആചാരമുണ്ട്. അച്ഛൻ മരിക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, അച്ഛൻ തന്നെയാണ് നോക്കിയിരുന്നത്. അച്ഛനന്ന് അങ്ങനെ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരാളൊന്നുമില്ല. പക്ഷേ ഇത് അച്ഛൻ്റെ അസുഖം എന്ന് പറഞ്ഞിട്ട് അവിടെ വരികയും ഈ അച്ഛനെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം അവിടെ നിൽക്കുകയൊക്കെ ചെയ്തതാണ്. എന്നിട്ട് മരിക്കുന്നതിന് മുമ്പാണ് ഈ ഊർജ്ജശ്വാസം മരിക്കുക എന്ന് പറഞ്ഞാൽ അവസാന ശ്വാസം മരിക്കുന്ന സമയത്താണ് ഈ താഴ്ത്ത് ഇറക്കി കിടത്തുക. ആ സമയത്ത് ബന്ധുക്കളൊക്കെ വന്ന് എന്നാൽ ഈ നിലത്ത് ഇറക്കി കിടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരനായ അച്ഛൻ പറഞ്ഞു അത് നടക്കില്ല. മരിക്കുന്ന ഒരാൾക്ക് സുഖമായിട്ട് മരിക്കണമെങ്കിൽ എപ്പോഴും കട്ടിലും കിടക്കലൊക്കെ കിടന്ന് നിലത്ത് കിടന്ന് മരിക്കുന്നതാവില്ല സുഖം. കട്ടിലും കിടക്കലും കിടന്ന് മരിക്കുന്നതായിരിക്കും ഈ മരിക്കുന്ന ആൾക്ക് സുഖം. നിങ്ങൾക്ക് സുഖമായിട്ട് ചിലപ്പോൾ താഴ്ത്ത് കിടത്തുന്നതായിരിക്കാം. പക്ഷെ എനിക്ക് നിങ്ങളുടെ സുഖമല്ല, ഈ മരിക്കുന്ന ആളുടെ സുഖമാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ട് ഒരാൾ ഈ മനുഷ്യനെ തുടരുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സ്തംഭിച്ചു. കാരണം അത് ഒരു ആചാരമാണ്, അങ്ങനെ ചെയ്യണമെന്ന് നിയമമുള്ളതാണ്, കാലാകാലമായിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ്. ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ധിക്കാരമായിട്ട് തന്നെ എല്ലാവരും എടുത്തു. പക്ഷേ ഈ ധിക്കാരി കൂട്ടാക്കിയില്ല ഇറക്കി കിടത്താൻ. അവസാനം ആ കട്ടിൽ കിടന്ന് തന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് പറഞ്ഞു, ഇനി എനിക്കിതിൽ ഈ മൃതദേഹത്ത് താല്പര്യമില്ല, നിങ്ങൾക്ക് ഇനി എന്ത് വേണേൽ ചെയ്യാം, നിലത്ത് കിടത്ത് കത്തിക്ക് പുഴയിലൊഴുക്ക് എന്ത് വേണേൽ ചെയ്യാം, ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളെ മാതിരി ഒരു ദാമ്പത്യ ജീവിതം ഇത്രയും ബുദ്ധിമുട്ടിയിട്ടും എൻ്റെ അറിവിലാരുമില്ല. ഇത്രയും സന്തോഷത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് അതിന് മരിക്കുന്നവരെ. ഒരു കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് വലിയൊരു നിർബന്ധം. എന്ത് പൈസ കിട്ടിയാലും എൻ്റെ കയ്യിൽ കൊണ്ടുവരും. പിന്നെ ഞാനത് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഓഫീസ് വിട്ട് വന്നാൽ ആ പൈസ എന്താ ചിലവാക്കിയെന്ന് ഞാൻ പറയണം, അല്ലെങ്കിൽ അപ്പോൾ അവിടെ അടിയും. അവിടെ മാത്രമാണ് വല്ലാത്തൊരു നിഷ്കർഷം. അത് മരണം വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടത്തില്ല കണക്കെഴുതൽ. ഇപ്പോൾ ഇന്നും എനിക്ക് കാശെടുക്കുമ്പോൾ അതാണ് വല്ലാത്തൊരു സങ്കടം. എനിക്കിപ്പോൾ കണക്കെഴുതലും ഇല്ല, വരുന്നു ചിലവാക്കണു, ബാക്കി എന്താണല്ലേ അതും വെച്ചിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ. അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. ഒരു ദിവസമെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ രാത്രി ഒരുപാട് നേരം വൈകും വരാൻ. 3 പ്രസ്സിൽ ജോലി എടുത്തിട്ടാണ് വരുന്നത്. ഞാൻ ജീവിക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ എഴുതില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് എഴുതില്ല. വെളിച്ചാകുമ്പോൾ ചായ കഴിഞ്ഞാൽ എനിക്ക് വന്ന് ഇവിടെ ഇരുന്നാൽ ചായ കൊണ്ടു കൊടുക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല. അതുപോലെ മുറുക്കാൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളൂ എന്ത് തിരക്കുണ്ടെങ്കിലും. അപ്പോഴാണത് ചോദിക്കുക. കുട്ടിക്കാലത്ത് ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല ദാരിദ്ര്യം തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും കടം വാങ്ങി ഒക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ കടം ഇങ്ങനെ കൊല്ലത്തിലൊരു കടം വല്ലാതെ കൂടുമ്പോഴാണ് അച്ഛനൊരു സിനിമയിൽ അഭിനയിക്കാൻ മദ്രാസിയിലേക്ക് പോവുക. അവിടെ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഈ കടമൊക്കെ വീട്ടുക. ചിലപ്പോൾ പോയാൽ കാശ് കിട്ടില്ല, ഡബ്ബിങ് കഴിഞ്ഞിട്ട് കാശ് തരാൻ പറയും, ഡബ്ബിങ്ങിന് വേറെ ആളെ വിളിക്കും, വണ്ടി ചെക്ക് കിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ആ സിനിമ വല്ലപ്പോഴും വരെ സിനിമ കിട്ടുന്നതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിരുന്നത്. മഹാരാജാവേ, കണ്ടു എന്ന് പറഞ്ഞാലും കണ്ടില്ല എന്ന് പറഞ്ഞാലും രണ്ടും സത്യവിരുദ്ധമാവും തിരുവേനി. സംഭവം കണ്ടു എന്നുള്ളത് ഒരു സത്യം, കണ്ടില്ല എന്ന് പറഞ്ഞോളാമെന്ന് മറ്റൊരു സത്യം. ഈ രണ്ട് സത്യങ്ങളുടെ ഇടയിൽ കിടന്ന് ഞാൻ വിഷമിക്കുകയാണ് തിരുമേനി. അപ്പോൾ അച്ഛനാണെങ്കിൽ അപ്പോൾ സിനിമയെ ആശ്രയിച്ച് തന്നെ മുഴുവൻ ഇതാവാൻ പറ്റും. കാരണം സിനിമയിലൊരു തരം ഒരു ഉറപ്പില്ലായ്മയുണ്ട്. അപ്പം അച്ഛൻ നടന്ന് പ്രൂഫ് വായിക്കായിരുന്നു. മംഗളോദയം പ്രസ്സിൽ പ്രൂഫ് വായനക്കാരനാണ്. കാലത്ത് 9 മണിക്ക് അവിടെ എത്തിയാൽ 5 മണി വരെ 6 മണി വരെ മംഗളോദയം പ്രസ്സിൽ പ്രൂഫ് വായിക്കും. പ്രൂഫ് വായന തന്നെ മുഴുവൻ. അത് കഴിഞ്ഞ് 6 മണി കഴിഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് നടന്ന്, അന്ന് ഓട്ടോറിക്ഷ ഒന്നുമില്ല, നടന്ന് നവജീവൻ എന്നുള്ളൊരു പത്രം ഒന്നുണ്ടായിരുന്നു തൃശ്ശൂർ, അവിടെ പോയി പ്രൂഫ് വായിക്കും. ഇത് കഴിഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് വന്ന് കറണ്ട് ബുക്സ് പോയിട്ട് പ്രൂഫ് വായിക്കും. ഇത് 3 കഴിയുമ്പോഴേക്കും ഒരു 9 മണി 9:30 ആവും. 9:30 കഴിഞ്ഞ് അച്ഛൻ നടന്ന് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 10 ആവും. ഈ 10 മണിയാകുമ്പോഴേക്കും വേറെ സരസ്വതി പ്രസ്, ഗീത പ്രസ്, ഇങ്ങനെ തൃശ്ശൂരിലുള്ള എല്ലാ പ്രസ്സുകളിൽ നിന്നും
ഒരുപാട് പ്രൂഫ് അവിടെ അച്ഛന് വായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടാവും. അത് ദോശ അങ്ങനെ ഹോട്ടലിൽ പൊതിയുന്ന പോലെ ഇങ്ങനെ റോളായിട്ട് പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട പ്രൂഫ് വരും. അത് കമ്പോസിറ്റ് വന്ന് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ തന്നെ ഓടിപ്പോയിട്ട് അത് മേടിക്കും. ഇങ്ങനെ പ്രൂഫ് കൊണ്ടിരുന്ന ഒരു ID ജോസ് പിന്നീട് എക്സ്പ്രസ് ദിനപത്രത്തിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് പണ്ട് അച്ഛന് അപ്പോൾ അയാൾ പറയുന്നത് ഈ പയ്യൻ അന്ന് ഞാൻ പ്രൂഫും കൊണ്ട് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ എനിക്ക് തരുമെന്നുണ്ട് മറ്റുള്ളവർ മത്സരിച്ച് ഓടി വന്ന് മേടിക്കുന്ന പയ്യനായിരുന്നു എന്ന് പറയും. പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു സഹപ്രവർത്തകരായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതെൻ്റെ അച്ഛൻ വന്ന് കുളിച്ച് ഊണ് കഴിച്ച് കഴിയുമ്പോൾ 10:30-11 മണിയാവും. 11 മണിയായാൽ പിന്നെ അച്ഛൻ പ്രൂഫ് വായിക്കുക. അത് അച്ഛൻ പ്രൂഫ് വായിക്കുമ്പോൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കും. പോയിരുന്ന് അച്ഛൻ പ്രൂഫ് വായിക്കുമ്പോൾ കോപ്പി നോക്കാന്ന് പറയും. ഇതിൽ തന്നെ ഉള്ളതിൻ്റെ നോക്കിക്കൊണ്ടിരിക്കും. ഉറക്കം വന്ന് നമ്മളിങ്ങനെ ഉറക്കം നോക്കുമ്പോൾ നീ പോയി കിടന്നോന്ന് പറയും. നമ്മൾ പോയി കിടന്നുറങ്ങും. അച്ഛൻ ഉറങ്ങാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പിറ്റേന്ന കാലത്ത് നമ്മളൊരു 6 മണി 7 മണിക്ക് ഇരിക്കുമ്പോഴും അച്ഛനിരുന്ന് പ്രൂഫ് വായിക്കും. അച്ഛനൊക്കെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഈ 7 മണിക്ക് പ്രൂഫ് വായിക്കാൻ തുടങ്ങി ഒരു 8:30 വരെ പ്രൂഫ് വായിച്ച് കുളിച്ച് കഞ്ഞി കുടിച്ച് 9 മണിയാകുമ്പോഴേക്കും വീണ്ടും പ്രശ്നത്തിൽ വീണ്ടും പ്രൂഫ് വായിക്കും. അങ്ങനെ അച്ഛൻ തന്നെ പഠിപ്പിച്ച ആ പണിയാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. 36 കൊല്ലം മുമ്പ് എക്സ്പ്രസ് കൊണ്ട് തൃശ്ശൂരുണ്ടായിരുന്ന പത്രത്തിൽ പ്രൂഫ് റീഡറായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ജീവിതം ആരംഭിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ചൊന്നുമല്ല. കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങൾ രണ്ടാളും ഒരേമാതിരി കഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷെ ഒന്നും വഴി തെറ്റി പോയിട്ടില്ല, ഒക്കെ വേണ്ട ദിക്കിൽ എത്തിയിട്ടുണ്ട്. അത് നല്ലൊരു മനസ്സമാധാനവും സന്തോഷവും തന്നെയാണ്, പറയേണ്ട വയ്യാതെ. മക്കൾക്കൊക്കെ ഒരു അത്ഭുതം കാണിച്ചിരുന്ന അച്ഛൻ എങ്ങനെയാ വെച്ചാൽ മുഖത്തിൻ്റെ പകുതി ഭാഗം കൊണ്ട് ദുഃഖവും പകുതി ഭാഗം കൊണ്ട് സന്തോഷവും കാണിക്കും. ഏകലോചനം എന്ന് അതിന് പറയാം. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു ഇതാണ്. അത് അച്ഛൻ ചെയ്യുമായിരുന്നു. അച്ഛന് ജീവിതത്തിനോട് കടുത്ത പ്രേമമായിരുന്നു. അമ്മ, മക്കള്, അയൽവാസികൾ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരെല്ലാവരും കൂടിയാലേ അച്ഛന് പൂർണ്ണനാവൂ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇങ്ങനെ സൗഹൃദമാണ് സത്യം, സ്നേഹമാണ് സത്യം എന്നുള്ള ഒരു വല്ലാത്തൊരു സമശീർഷ ബോധം ഞങ്ങളിലൊക്കെ വളർത്താൻ വളരെ മെനക്കെട്ട് എന്നാൽ അതേസമയം വളരെ സ്വാഭാവികമായിട്ട് അച്ഛൻ തന്നെ ചെയ്യുന്നത് കാണുന്നതുകൊണ്ട് നമുക്ക് അതിൽ മെനക്കെടൽ തോന്നില്ല, ഒരു അധ്വാനം തോന്നില്ല. എല്ലാവരും വേണം, എല്ലാവരുമായിട്ട് നന്നായിട്ട് പോകണം. അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്നു അച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛന് മരിക്കാനും ഭയങ്കര മടിയായിരുന്നു. അത് MT വാസുദേവൻ നായരുടെ ആവശ്യപ്രകാരം 1977 എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലൊരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു, മരണത്തിന് മുൻപിൽ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ആൾക്കാർ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ അച്ഛനോട് ആവശ്യപ്പെട്ട അച്ഛൻ ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ അവസാനം എന്താ വെച്ചാൽ മരണദേവൻ മുന്നിൽ വന്ന് ചോദിക്കുകയാണ്, നമുക്ക് പോവാന്ന് ചോദിക്കുമ്പോൾ ഒന്ന് മുറുക്കിയിട്ട് പോരെ എന്ന് ചോദിക്കുന്നു. അച്ഛന് മുറുക്ക് ശീലമുള്ള ഒരാളാണ്. ഒന്ന് മുറുക്കിയിട്ട് പോരെ എന്ന് ചോദിക്കുന്നത്. അത്രയും അച്ഛൻ്റെ ജീവിതം വിട്ടു പോകാനുള്ളൊരു ഇതാണ്. അച്ഛൻ നടക്കുമ്പോഴൊക്കെ നമ്മളങ്ങനെ പിടിക്കാൻ നിന്നാൽ കൂട്ടാക്കില്ല, കൈ തട്ടും. അത്ര ആയിട്ടില്ല പറയാം. അത്ര ആകുമ്പോൾ ഞാൻ പറയാം, അപ്പോൾ പിടിച്ചാൽ മതി എന്ന് പറയും. ഇത് പിന്നെ നാഷണൽ ഫിലിം അവാർഡ് വാങ്ങാൻ, പ്രവീഡ അവാർഡ് വാങ്ങാൻ ഡൽഹിക്ക് പോയപ്പോൾ സ്റ്റേജിൽ മുഴുവൻ ഈ TV കാരുടെ ഒരുപാട് കേബിളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി അച്ഛൻ അവിടെ പോയിട്ട് ഈ അവാർഡ് വേണം, വെങ്കട്ടരാമനാണ് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ വേറെ പലരെയും ഇതുപോലെ കൈ പിടിച്ചും, അന്ന് അശോക് കുമാറിനാണ് ഈ ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിന് ഇതിലൊക്കെ ആരോഗ്യമുണ്ട്, ഇതിനും ചെറുപ്പമാണ്. എന്നിട്ടും ഒരാൾ കൈയൊക്കെ പിടിച്ചിട്ടാണ് കൊണ്ടുപോയത്. ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കൈ ഊന്നി അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ എനിക്കൊരു ടെൻഷനായി. ഞാൻ ഈ അച്ഛൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കയറിപ്പോലും അവിടെ അങ്ങനെ തട്ടി തടഞ്ഞ് വീഴുകയൊക്കെ ചെയ്തൊരു സീനായ മോശമല്ലേ ഇത്. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ കൈ പിടിക്കാമെന്ന് തട്ടി പറഞ്ഞത്. എനിക്കിപ്പോൾ എന്നെ നോക്കാനുള്ള ശേഷിയുണ്ട്, അതിലെൻ്റെ ആകുമ്പോൾ ഞാൻ തന്നോട് പറയാം, അപ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ ഒരു ധിക്കാരം പത്രം വായിക്കാൻ പറ്റാതെ ആകുമ്പോൾ പോലും ഒരാൾ പത്രം ഞാൻ വായിച്ചുതരാച്ചാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. TV-യുടെ അടുത്ത് പോയി ചെവി ഇങ്ങനെ പിടിച്ച് ഇരുന്ന് കേട്ട് മനസ്സിലാക്കും. വായിക്കാൻ പറ്റില്ലെങ്കിലും തലക്കെട്ട് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ, എനിക്കത് മതി എന്ന് പറയും. ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല, പറയേണ്ടതേ പറയാവൂ. അതൊക്കെ ഒതുക്കൊന്നുമില്ലാന്ന് 4 ആള് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഭാവി എന്താവും? അവര് പണ്ടും പണവും മാത്രം കൊതിച്ചു വന്നവരാ. അത് മനസ്സിലായിട്ടും പിന്നെ എന്തിനാ മിണ്ടായിരിക്കണേ? എനിക്ക്
ഇതൊന്നും കേൾക്കാൻ വയ്യേ. നാടക റിഹേഴ്സലാണ് പണ്ട് കാലത്ത്. ബാബുരാജൊക്കെ ഇവിടെ താമസിച്ചിട്ടുള്ള ആൾക്കാരാണ്. PG ആൻ്റണി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഇവിടെ തന്നെയാണ്. ചേട്ടത്തിന്ന് തന്നെ വിളിക്കുന്നത്. എന്തെങ്കിലും കലായി അടുക്കളയിലേക്ക് വരേ, എന്താ ചേട്ടത്തി വിശക്കുണ്ടല്ലോ, എന്താ വേണ്ടച്ചാൽ തരാലോ, കഞ്ഞി മതി, ചേട്ടത്തിയുടെ കഞ്ഞിയും കടുമാങ്ങയും. സന്തൃഷ്ടം ധനമുഭയം സമാഹൃതമസ്മം വ്യന്തത്താം മരുണശ്ചമന്യോ വിയന്തധാരാഹൃദയേഷു ശത്രവ പരാജിതാസോ അവനിരയന്താം. അച്ഛൻ നല്ലൊരു കവിയാണ്. അച്ഛന് കവിത തലയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു ആശയം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ അച്ഛൻ്റെ വാത്സല്യമൊന്നും കാണില്ല. ആൾ വേറെ തന്നെ വ്യത്യസ്തമായിട്ടൊരു വ്യക്തിയാണ്. ആ കവിത എവിടെയെങ്കിലും ചെന്ന് മുട്ടി അതിനൊരു കര കാണുന്ന വരെ അച്ഛൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ആ കവിത എഴുതിയതിന് ശേഷം അമ്മയെ കേൾപ്പിച്ചു കൊടുക്കും, ഞങ്ങൾക്കൊക്കെയും കേൾപ്പിച്ച് തരാറുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ നല്ലൊരു ചിത്രകാരനാണ്. നന്നായി ഒഴിവ് സമയങ്ങളിൽ അച്ഛൻ നല്ല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നല്ല നല്ല ചിത്രങ്ങൾ. വാട്ടർ പെയിൻറ്റ് ആണ് അച്ഛൻ്റെ ചിത്രകല. അല്പസ്വല്പം എന്നെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.